പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കും. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു. വനിതാ ഗുസ്തിയിൽ 50 കിലോ വിഭാഗത്തിൽ മത്സരിക്കുന്ന വിനേഷിന് 100 ഗ്രാം തൂക്കം കൂടുതലെന്നാണ് വിവരം. ചരിത്ര സ്വർണത്തിനരികെ നിൽക്കുന്ന വിനേഷ് ഫോഗട്ടിനും ഇന്ത്യക്കും കനത്ത തിരിച്ചടിയാണ് നീക്കം. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് വിനേഷ് കുഞ്ഞിരാമൻ നമുക്കൊപ്പം ചേരുന്നു. വിനേഷ് കുഞ്ഞിരാമൻ, സങ്കടമുണ്ടാക്കുന്ന വിവരമാണ്. ഒളിമ്പിക് മെഡൽ 100 ഗ്രാമിന്റെ പേരിൽ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത്. സുജയ, ചരിത്ര നേട്ടത്തിന് തൊട്ടരികെ എത്തി നിൽക്കുന്ന, സ്വർണ്ണ മെഡലിന് തൊട്ടരികെ നിൽക്കുന്ന വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചിടത്തും രാജ്യത്തെ സംബന്ധിച്ചിടത്തും ഹൃദയഭേദകമായൊരു വാർത്തയാണ് വരുന്നത്. ഭാരപരിശോധനയിൽ ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. 50 കിലോഗ്രാം വിഭാഗത്തിലാണ് വിനേഷ് ഫോഗട്ട് ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ മത്സരിക്കുന്നത്. 50 കിലോയിൽ ഒരു 100 ഗ്രാം അനുവദനീയമായതിലും 100 ഗ്രാം അധിക ഭാരം ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചിരുന്ന താരമാണ് വിനേഷ് ഫോഗട്ട്. ഈ ഒളിമ്പിക്സിൽ 50 കിലോ വിഭാഗത്തിലാണ് മത്സരിച്ചത്. ഈ ഒളിമ്പിക്സിലെ തുടക്ക മത്സരത്തിൽ ലോക ചാമ്പ്യനായിട്ടുള്ള, നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനായിട്ടുള്ള യുയി സുസാക്കിയെ കടുത്ത മത്സരത്തിനൊടുവിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ക്വാർട്ടറിൽ യുക്രൈൻ താരത്തെയും സെമിഫൈനലിൽ ക്യൂബൻ താരത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനൽ യോഗ്യത നേടുന്ന ഇന്ത്യൻ വനിത എന്നുള്ള നേട്ടം സ്വന്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഹൃദയഭേദകമായ ഈ ഒരു വാർത്ത വരുന്നത്. നേരത്തെ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷണെതിരായുള്ള സമരത്തിൻ്റെയൊക്കെ മുൻനിരയിലുണ്ടായിരുന്ന വിനേഷിൻ്റെ ഈ ഒരു നേട്ടം വലിയ ആഘോഷമാക്കിയിരുന്നു. വിനേഷിന് പിന്തുണയുമായി രാജ്യം മുഴുവനുള്ള ആരാധകർ രംഗത്ത് വന്നിരുന്നു. വിനേഷിൻ്റെ ഫോട്ടോയും വിഷ്വൽസും ദൃശ്യങ്ങളും ഒക്കെ തന്നെ സ്റ്റാറ്റസ് ആക്കിക്കൊണ്ട് ആ രീതിയിൽ വലിയ ഒരു പിന്തുണ വിനേഷ് ഫോഗട്ട് നോക്കൂ വിനേഷ് കുഞ്ഞിരാമൻ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഒരു ഉയരത്തിലേക്കാണ് വിനേഷ് ഫോഗട്ട് കടന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പരാജയം കണ്ടിട്ടേയില്ലാത്ത യുവി സുസാക്കിയെ തോൽപ്പിച്ചാണ് വിനേഷ് ഫോഗട്ട് പുതിയ ചരിത്രം കുറിച്ചത്. അതായത് ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള വേറെ മറ്റ് വെല്ലുവിളികൾ, അതോടൊപ്പം തന്നെ നേരിട്ട് വന്ന പോരാട്ട വഴികൾ, അതേക്കുറിച്ചൊക്കെയാണ് വിനേഷ് ഫോഗട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നതെങ്കിൽ ഈ മത്സരത്തിൽ തന്നെ വലിയ പോരാട്ടത്തിലൂടെയാണ് പോകേണ്ടി വന്നത്. കാരണം ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ, ഉക്രൈൻ്റെ ഒക്സാന ലിവാച്ചിനെതിരായ ക്വാർട്ടർ ഫൈനൽ, അതൊക്കെ എത്ര കഠിനമായിരുന്നു എന്നുള്ളത് ആ മത്സരവേളയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അത്രയും കഠിനമായ മത്സരത്തിലൂടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ, അതായത് കപ്പിനരികെ എത്തിയതിന് ശേഷമാണ് ഈ നഷ്ടമുണ്ടാകുന്നത് എന്നത് നമ്മളെ എല്ലാവരെയും നിരാശപ്പെടുത്തുന്നതല്ലേ വിനേഷ്? ഈ ഫോഗട്ട് കുടുംബത്തിൻ്റെ ഒരു പോരാട്ട ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. മഹാവീർ സിംഗ് ഫോഗട്ടും അദ്ദേഹത്തിൻ്റെ പെൺമക്കളും, ഒപ്പം തന്നെ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകളാണ്. ഗീതാകുമാരി ഫോഗട്ട്, ബബിത കുമാരി ഫോഗട്ടിൻ്റെ മെഡൽ നേട്ടങ്ങളൊക്കെ നമ്മൾ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. അവരുടെ പിന്തുടർച്ച അവകാശിയായിക്കൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വന്ന, ഗുസ്തി റിങ്ങിൽ തൻ്റെതായ പ്രതിഭ പ്രകടിപ്പിച്ചിട്ടുള്ള വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ ഗെയിംസിൽ ഒരു സ്വർണം നേടിയിട്ടുള്ള താരമാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം നേടിയിട്ടുണ്ട്. വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 2 വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. അത്തരത്തിൽ ലോകമെമ്പാടും അറിയപ്പെട്ടിട്ടുള്ള താരമായി മാറിയ വിനേഷ് ഫോഗട്ട്, ലോകവേദിയിൽ തിളങ്ങി നിന്നിട്ടുള്ള വിനേഷ് ഫോഗട്ട് ഈ ഒളിമ്പിക്സിലേക്ക് എത്തുമ്പോൾ ആദ്യ മത്സരത്തിൽ എതിരാളിയായി വന്നത് യുവി സുസാക്കി എന്ന ജാപ്പാനീസ് താരമായിരുന്നു. ജാപ്പാനീസ് താരം എന്ന് പറയുന്നത് അതൊരു മഹാമേരുവായിരുന്നു. എതിരാളികളെ എല്ലാവരെയും അനായാസം കീഴടക്കി ഇന്നേ വരെ അന്താരാഷ്ട്ര വേദികളിൽ പരാജയമറിയാതെ മുന്നേറിയിട്ടുള്ള യുവി സുസാക്കി എതിരാളികളായി വരുന്നു. അതിൽ 2-0 എന്നുള്ള സ്കോറിന് പ്രതിരോധം ആയിരുന്നു വിനേഷിൻ്റെ ഒരു ആയുധമായി ഈ ഒരു മത്സരത്തിലുണ്ടായിരുന്നത്. അവസാന നിമിഷം വരെ 2 പോയിന്റിന് പിന്നിൽ നിൽക്കുന്ന വിനേഷ് ഫോഗട്ടിനെ കണ്ടു. എന്നാൽ സെക്കൻഡുകൾ വ്യത്യാസമുള്ളപ്പോൾ എതിരാളിയെ താഴേക്ക് വലിച്ചിട്ടുകൊണ്ട് 3 പോയിന്റ് നേടി 3-2 എന്നുള്ള സ്കോറിന് ആ സമയത്ത് തന്നെ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, വിനേഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കാരണം അവർ കടന്നു വന്ന വഴി അത്തരത്തിലുള്ളതായിരുന്നു, പോരാട്ട ചരിത്രമുള്ളതായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ ഈ ഗുസ്തി ഫെഡറേഷൻ ആ സമരത്തിൽ വരെ എത്തി നിൽക്കുന്ന ആ ഒരു പോരാട്ട ചരിത്രമുണ്ട്. അതിൻ്റെയൊക്കെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കനലുണ്ട്. ആ കനൽ കെടാതെ അത് കൂടുതൽ ആളിക്കത്തുന്ന ഒരു കാര്യം കൂടി വിനേഷ് കുഞ്ഞിരാമൻ വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ഭാരപരിശോധനയിൽ 100 ഗ്രാം അധികമാണ് എന്ന് കണ്ടെത്തുന്നു. ഈ ഭാരപരിശോധന ഓരോ മത്സരവേളയിലും നടത്തുകയാണോ? അതായത് 50 കിലോ വിഭാഗത്തിൽ ആദ്യഘട്ടം മുതൽ ഘട്ടമായി മത്സരിച്ച ഇപ്പോൾ ഫൈനലിനരികെ എത്തുമ്പോഴാണ് ഈ ഭാരപരിശോധന വിവരം വരുന്നത്. ഇതിന്റെ ഒരു സാങ്കേതികത്വം എങ്ങനെയാണ് വിനേഷ് കുഞ്ഞിരാമൻ? ഈ മത്സരങ്ങൾക്ക് മുൻപ് ഏതായാലും ഒരു ഭാരപരിശോധനയുണ്ട്. അതിനുശേഷം ഈ മത്സരം നടന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ഭാരപരിശോധന കൂടിയുണ്ട്. അങ്ങനെ 2-3 ഘട്ടങ്ങളിലായി ഈ ഭാരപരിശോധനയുണ്ട്. ഈ 50 കിലോ വിഭാഗം എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഈ അത്ലറ്റുകളുടെ കാര്യം നമുക്കറിയാവില്ല. കൃത്യമായി അവർ ഭാരം നിയന്ത്രിച്ചുകൊണ്ട് നിർത്താറുണ്ട്. അതിൻ്റെ ഭക്ഷണത്തിൽ കൃത്യമായ ക്രമീകരണങ്ങൾ വരുത്താറുണ്ട്. പക്ഷേ അതിൽ ചെറിയൊരു പാളിച്ച എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. 100 ഗ്രാം എന്ന് പറയുന്നത് എത്രത്തോളമാണെന്ന് നമുക്കറിയാവുന്നല്ലോ. വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ആ ഒരു 100 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഭാരപരിശോധനയിൽ ഏതായാലും ഇന്ന് രാവിലത്തെ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ശേഷം ഇപ്പോൾ ഇന്ത്യ ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി എങ്ങനെയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പരിഗണിക്കുക, ഇനി വീണ്ടും ഒരു ഭാരപരിശോധന ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. നിലവിലെ വിവരം അനുസരിച്ച്
അനുസരിച്ച് വിനേഷിന് അയോഗ്യത സംഭവിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ 50 കിലോഗ്രാം വിഭാഗത്തിന്റെ ഫൈനൽ പോരാട്ടം ഉണ്ടാകില്ല. എതിരാളിയായിട്ട് വരുന്നത് അമേരിക്കൻ താരമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ താരത്തിന് സ്വർണം നൽകും, വെള്ളി ആർക്കും ഉണ്ടാകില്ല. വെങ്കല മത്സരം റെപ്പാഷെ റൗണ്ടിലൂടെ വന്നിരിക്കുന്ന താരങ്ങൾക്ക് വെങ്കല മത്സരത്തിനായി പോരാടുകയും ചെയ്യാം. അങ്ങനെയായിരിക്കും. വെള്ളിയില്ലാതെ ഈ ഒരു ഇനം അവസാനിപ്പിക്കേണ്ടി വരും എന്നതാണ് വലിയ നിരാശ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വിനേഷ് കുഞ്ഞിരാമൻ, ഇത് നമ്മുടെ ഹൃദയം നുറുക്കുന്ന ഒരു കാര്യമാണ്. അത്രയും വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് വിനേഷ് ഫോഗട്ട് എന്ന പേര് കൂടി മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളത് പറയുന്നതും. ഇതിൽ ഈ ഡിസ്ക്വാളിഫിക്കേഷനെതിരെ അപ്പീൽ നൽകാൻ കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും നമ്മുടെ രാജ്യം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ? പരാതി നൽകാൻ ഏതായാലും കഴിയും സുജയ. പരാതി നൽകിയിട്ടുമുണ്ട്. പക്ഷെ അത് പരിഗണിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കേണ്ടത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തന്നെയാണ്. അവർ അതിനെ ഏത് രീതിയിൽ കാണും? ഇനി വീണ്ടും ഒരു പരിശോധനയിലേക്ക് പോകുമോ, അല്ല ഇനിയിപ്പോൾ നേരിട്ട് അയോഗ്യത പ്രഖ്യാപനം മാത്രമാണോ ബാക്കിയുണ്ടാവുക? അതൊക്കെ അല്പസമയത്തിനകം തന്നെ, ഇന്ന് തന്നെ അതിലൊരു പ്രതീക്ഷ, ഈ ഒരു പ്രഖ്യാപനം ഏതായാലും ഇന്ന് തന്നെ ഉണ്ടാവും. അതിനെ നമുക്കൊരു പ്രതീക്ഷയോടെ കാണാം. ചെറിയൊരു പ്രതീക്ഷയുടെ തുരുത്ത് എപ്പോഴും ബാക്കി വെക്കണമല്ലോ. ഈ പരാതി അവർ നല്ല രീതിയിൽ പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ഒരു പരിശോധന വീണ്ടും ഉണ്ടാകും. ഇപ്പോഴത്തെ നടന്ന പരിശോധന കൃത്യം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ 100 ഗ്രാം എന്നൊക്കെ പറയുന്നത് രാജ്യത്തിന് നമ്മുടെ ഈ 1984 ഒളിമ്പിക്സിൽ, ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ PT ഉഷയ്ക്ക് സെക്കൻഡ് 100 അംശത്തിൽ മെഡൽ നഷ്ടമായതൊക്കെ നമ്മൾ പറയുമല്ലോ. ആ രീതിയിലുള്ളൊരു നഷ്ടമാണ്. 100 ഗ്രാം ഭാരം കൂടി എന്നുള്ള പേരിൽ ഏതായാലും അയോഗ്യത വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചരിത്ര നിമിഷമാണ് നഷ്ടമാകുന്നത്. ഇതുവരെ ഗുസ്തിയിൽ നമുക്കൊരു സാക്ഷി മാലിക്കിന്റെ മെഡൽ മാത്രമാണ് വനിതകളുടെ ഇതിൽ നിന്ന്. 2016 റിയോ ഒളിമ്പിക്സിൽ സാക്ഷി മാലിക് റെപ്പാഷെ റൗണ്ടിലൂടെ വന്ന് വെങ്കലം നേടിയ ആ ഒരു പോരാട്ടം മാത്രമാണ്, ചരിത്രം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. നേരത്തെ മുൻഗാമികളായിട്ടുള്ള വിനേഷ് ഫോഗട്ടിന്റെ മുൻഗാമികളായിട്ടുള്ള ഗീതാ ഫോഗട്ടിനും അതുപോലെ തന്നെ ബബിത കുമാരിക്കും ഒന്നും നേടാൻ കഴിയാത്ത ഒരു നേട്ടത്തിലേക്കായിരുന്നു വിനേഷ് ഫോഗട്ട് എത്തിയത്. അത് സാക്ഷി മാലിക്കിനും ഒരു പടി കൂടി അപ്പുറം കടന്ന് ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്തും. ജയിച്ചാൽ ഏതായാലും സ്വർണ്ണ മെഡൽ, പരാജയപ്പെട്ടാലും വെള്ളി മെഡൽ. അതിൽ ജയത്തിനുള്ള സാധ്യത കൂടുതലുമായിരുന്നു. കാരണം എതിരാളിയായിട്ടുള്ള അമേരിക്കൻ താരത്തിനെതിരെ ഇതിനോടകം 2 മത്സരങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. 2 തവണ ഈ 2 താരങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അമേരിക്കൻ താരവും വിനേഷ് ഫോഗട്ടും 2 തവണ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. ആ 2 തവണയും വിനേഷിനൊപ്പം തന്നെയായിരുന്നു വിജയം ഉണ്ടായിട്ടുള്ളത്. ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്നും വലിയ നേട്ടങ്ങൾ എടുത്തു പറയാനില്ലാത്ത ഒരു താരമായിരുന്നു അമേരിക്കൻ താരം. പാൻ അമേരിക്കൻ ഗെയിംസിലൊക്കെയാണ് അവരുടെ. അതായത് വിനേഷ് കുഞ്ഞിരാമൻ, ഇന്ന് രാത്രി 11:23 ഫൈനൽ മത്സരം നടക്കേണ്ടത്. അതിൽ അമേരിക്കയുടെ സാറ ഹിൽഡർ ബ്രാൻഡ് വിനേഷ് ഫോഗട്ടിന്റെ എതിരാളി. ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങൾ, ഇന്നലെ രാത്രി വരെ ഇതുവരെ വന്ന മത്സരങ്ങളിലൊക്കെ 50 കിലോയ്ക്ക് താഴെയായിരുന്നു ഭാരം. ഇത് നമ്മുടെ കണ്ടിൻജന്റ് തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കുമല്ലോ രാവിലെ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള വെയിറ്റിൻ, ആ ഒരു പ്രോസസ്സിന് വേണ്ടി ഏത് താരമായാലും പോവുക. അങ്ങനെ നമ്മുടെ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ഒരു അപാകത വന്നോ വിനേഷ്? ആ സമയത്തൊക്കെ കൃത്യമായിരുന്നു ഭാരം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം ഈ മത്സരത്തിനൊക്കെ ശേഷം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. ഈ ഭക്ഷണത്തിന്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ നമ്മുടെ ഭാരത്തിലെ ചെറിയ വ്യത്യാസത്തെ പോലും ബാധിക്കുകയും ചെയ്യും. അങ്ങനെ ഭക്ഷണത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും അംശം കൂടിയിട്ടുണ്ടാവുമോ, ആ രീതിയിലുള്ള ഭാരം കൂടുതൽ ആയതായിരിക്കാനാണ് സാധ്യത കാണുന്നത്. 100 ഗ്രാം എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണം, ആ രീതിയിൽ ഭക്ഷണം കഴിച്ച ഉടനെ ആയിരിക്കാം ഒരുപക്ഷെ ഈ തൂക്കം ഭാരപരിശോധനയ്ക്ക് പോയിട്ടുണ്ടാവുക. അങ്ങനെ ചില പാളിച്ചകൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. അതിലൊരു വ്യക്തത ഏതായാലും വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം വരാനുണ്ടാവും.